ധ്യായേതാചാനുബാഹും ധൃതശരധനുഷം ബദ്ധപദ്മാസനസ്ഥം പീതം വാസോവസാനം നവകമലദളസ്പർദ്ധിനേത്രം പ്രസന്നം വാമാങ്കാരൂഢസീതാമുഖകമലമിളല്ലോചനം നീരദാഭം നാനാലങ്കാരദീപ്തം ദധതമുരുജടാമണ്ഡലം രാമചന്ദ്രം. കാവ്യം സുഗേയം കഥരാഘവീയം കർത്താവ് തുഞ്ചത്തുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിമയസ്വരത്തിൽ ആനന്ദലബ്ധിക്കിനിയെന്തു വേണം. രാമകഥാമൃതത്തിൻ്റെ 5-ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാഘവനിലേക്കുള്ള യാത്ര തുടരുകയാണ്. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് രാഘവനിലേക്കുള്ള യാത്രയാണ്. ഇന്നലെ പറഞ്ഞ ചില ദോഷങ്ങൾ രാമനിൽ ആരോപിക്കപ്പെടുമ്പോഴും ഇവിടെയെല്ലാം രാമനെ വ്യത്യസ്തനാക്കുന്ന ഒരു ഘടകം രാമൻ്റെ ഏകപത്നി വ്രതം പോലെ തന്നെയുള്ള രണ്ടു പക്ഷമില്ലാത്ത ഒറ്റ വാക്കാണ്. വനവാസം വേണമെങ്കിൽ രാമനെ ഒഴിവാക്കാമായിരുന്നു. പക്ഷേ അച്ഛൻ്റെ സത്യം പാലിക്കാനായി അത് സ്വീകരിച്ചു എന്നത് രണ്ടു പക്ഷമില്ലാത്ത ഒരു ഉറച്ച തീരുമാനമാണ്. നിതാന്ത സഹചാരിയായ ലക്ഷ്മണനെ ദുഃഖത്തോടെയെങ്കിലും ഉപേക്ഷിക്കുന്നത് പറഞ്ഞുപോയ വാക്കിന്മേലാണ്. സീതയുടെ പേരിലുള്ള അപവാദത്തെ അതിജീവിച്ച് രാമനി അഹിതനാവുകളടക്കി സസുഖം വാഴാമായിരുന്നു. അല്ലെങ്കിൽ രാജ്യം വെടിഞ്ഞ് സീതയുമായി പോകാമായിരുന്നു. അവിടെ വ്യക്തിയുടെ മനസ്സുഖമാണ് രാമന് ലഭിക്കുക. ഒരു രാജാവിനെ സംബന്ധിച്ചിടത്തോളം അത് സ്വാർത്ഥമാണ്. എന്നാൽ ചിലയിടങ്ങളിൽ രാമൻ ഒരു ധർമ്മ ഭീരുവാകുന്നില്ലേ എന്ന സംശയവും ഉണ്ടാകും. ധർമ്മഭീരുത്വം മനുഷ്യന്റെ സ്വഭാവത്തിൽ അധിഷ്ഠിതമാണ് എന്ന് ആധുനിക മനുഷ്യരെ വരെ നോക്കി പറയാൻ നിസ്സംശയം കഴിയും എന്നതിനാൽ ആ സംശയവും അസ്ഥാനത്താണ്. മഹാഭാരതത്തിലെ യുധിഷ്ഠിരന്റെ സ്വഭാവത്തോട് പലപ്പോഴും രാമവാക്യങ്ങളും രാമനിലപാടുകളും ഒത്തുവരുന്നുണ്ട് എന്നത് കൗതുകകരമാണ്. ധർമ്മജ്ഞന്റെ അംശാവതാരമാണെന്ന് പറയുന്നുണ്ടെങ്കിലും എല്ലാ മനുഷ്യ ദൗർബല്യങ്ങളുമടങ്ങിയ ഒരു സൃഷ്ടിയാണ് യുധിഷ്ഠിരൻ. രാമ യുധിഷ്ഠിര സാദൃശ്യം കൂടുതൽ പഠിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. വാൽമീകി രാമായണത്തിന് അടിസ്ഥാനഭൂതമായി അനേകം രാമായണങ്ങൾ സംസ്കൃതത്തിൽ ഉണ്ടായെങ്കിലും ഏറ്റവും പ്രസിദ്ധം അധ്യാത്മരാമായണമാണ്. വാൽമീകി രാമായണത്തേക്കാൾ ആധ്യാത്മിക തത്വങ്ങൾ സാന്ദർഭികമായി കൂട്ടിച്ചേർത്ത് കൂടുതൽ ഭക്തിഭാവമയമാക്കാൻ ശ്രമിച്ചിട്ടുള്ളതിനാലാകാം അധ്യാത്മരാമായണത്തിലെ രാമൻ ഈശ്വരൻ തന്നെയാണ് എന്ന വാദത്തിന് അടിസ്ഥാനം. ഈശ്വരനായ രാമനെ മനുഷ്യന്റെ അടിസ്ഥാന സവിശേഷതകളോടുകൂടി വാൽമീകി അവതരിപ്പിച്ചപ്പോൾ അധ്യാത്മ രാമായണക്കാരൻ മനുഷ്യനായി പിറന്ന രാമനെ ഈശ്വര പദവിയിലേക്ക് ഉയർത്തി പ്രതിഷ്ഠിച്ചു. എങ്കിലും ഒരു കാവ്യമെന്ന നിലയിൽ എത്രയോ മുന്നിട്ട് നിൽക്കുന്നത് വാൽമീകി രാമായണം തന്നെയാണ്. ശില്പഭംഗിയും ആവിഷ്കാര ചാരുതയിലും വാൽമീകി രാമായണം അധ്യാത്മരാമായണത്തേക്കാൾ എത്രയോ മുന്നിലാണ്. എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണ വിവർത്തനത്തിന് മുമ്പ് തന്നെ പലരും രാമായണത്തെ ഉപജീവിച്ച് രാമചരിതവും രാമകഥാപാട്ടും കണ്ണശ്ശരാമായണവും രചിച്ചിട്ടുണ്ടെങ്കിലും മലയാളിക്ക് രാമായണം എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം തന്നെ. മറ്റുള്ള വിവർത്തനങ്ങളെല്ലാം
വാൽമീകി രാമായണത്തെ ഉപജീവിച്ചപ്പോൾ എഴുത്തച്ഛൻ അധ്യാത്മരാമായണത്തെ ഉപജീവിച്ചതല്ല ആ വൈശിഷ്ട്യത്തിന് കാരണം. വാൽമീകി രാമായണത്തെക്കാൾ എത്രയോ താഴെയാണ് അധ്യാത്മരാമായണം മൂലത്തിൻ്റെ സ്ഥാനം. അധ്യാത്മരാമായണം മൂലത്തെ വെമ്പുന്ന വിവർത്തനമാണ് എഴുത്തച്ഛൻ്റേത്. ഒരു സ്വതന്ത്ര മൗലിക കൃതി എന്ന് വായനക്കാരെ കൊണ്ട് അസന്ദിഗ്ധമായി പറയിപ്പിക്കും വിധം അതിഗംഭീരമായ രചനാശൈലിയാണ് എഴുത്തച്ഛൻ്റെ രാമായണത്തിലേത്. ജനമനസ്സുകളെ സാഹിത്യഭംഗി കൊണ്ടും ഭാഷാപ്രയോഗം കൊണ്ടും ഭക്തി പ്രശ്ലേഷത്താലും ഇളക്കിമറിക്കാൻ എഴുത്തച്ഛന് ഈ ഒരൊറ്റ കൃതി കൊണ്ട് തന്നെ കഴിഞ്ഞു. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും അതുവരെ അന്യമായ ഒരു അനുഭവമായിരുന്നു അത്. ചെറുശ്ശേരി അതിനു മുമ്പേ പകർന്നു തന്ന കാവ്യരസം അതിമധുരത്താൽ ആകർഷകമായെങ്കിലും ജീവിതവ്യഥകളുടെയും സങ്കീർണ മനോവ്യാപാരങ്ങളുടെയും അന്തസ്സംഘർഷങ്ങളുടെയും കയ്പും എരിവും പുളിയും മലയാള രസനയ്ക്ക് അനുഭവഭേദ്യമായത് എഴുത്തച്ഛനിലൂടെയാണ്. വിമോചനവും വിലോഭനീയവുമായ വിശുദ്ധ തരംഗങ്ങളാൽ രാമായണ കഥാകല്ലോലിന് മലയാള മനസ്സിൻ്റെ സാമ്പ്രദായിക കാവ്യധാരണകളെ തകിടം മറിക്കുകയും വികാരങ്ങളെ വിമലീകരിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് നമ്മൾ എഴുത്തച്ഛനെ മലയാള ഭാഷയുടെ പിതാവ് എന്ന് ആദരപൂർവം വിളിക്കുന്നത്. ആ വിശേഷണത്തെ പിന്നീട് പിൽക്കാല സാഹിത്യകാരന്മാർ വളച്ചൊടിച്ചത് അയുക്തിയുടെയും അതിഭാവുകത്വത്തിൻ്റെയും പേരിലാണ്. എഴുത്തച്ഛൻ്റെ പേരിനെക്കുറിച്ച് പോലും ഒട്ടനവധി അനുമാനങ്ങൾ ഉണ്ടാക്കിയവർ യഥാർത്ഥത്തിൽ എഴുത്തച്ഛൻ്റെ സംഭാവനകളെ ഗവേഷണങ്ങളുടെ പേരിൽ വിസ്മരിക്കുകയോ തമസ്കരിക്കുകയോ ആയിരുന്നു. എഴുത്തച്ഛൻ കൃതികളെക്കുറിച്ച് ഇന്നും തർക്കം നിലനിൽക്കുന്നു. അധ്യാത്മരാമായണവും ഭാരതം കിളിപ്പാട്ടും ഹരിനാമകീർത്തനവും എഴുത്തച്ഛൻ്റേതായി സർവസമ്മതമായിട്ടുണ്ട്. എന്നാൽ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ ഉത്തര രാമായണം കണ്ണശ്ശരാമായണത്തിലെ ഉത്തര രാമായണത്തോട് ഏറെ കടപ്പെട്ടിട്ടുണ്ട്. ആയതിനാൽ ഉത്തര രാമായണം എഴുത്തച്ഛൻ്റേത് തന്നെയാണോ എന്ന വാദവും നിലനിൽക്കുന്നു. എഴുത്തച്ഛൻ്റേതായി ഒരു കൃതി മാത്രം മതിയാകും അതിനെയെല്ലാം നിഷ്പ്രഭമാക്കുവാൻ. അതുകൊണ്ടാകണം വള്ളത്തോൾ ഇങ്ങനെ പാടിയത്: കാവ്യം സുഗേയം കഥരാഘവീയം കർത്താവ് തുഞ്ചത്തുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിമയ സ്വരത്തിൽ ആനന്ദലബ്ധിക്കിനിയെന്തു വേണ്ടു. രാഘവീയത്തിനും രാഘവചരിതം പാടിയ ആ നാട്ടെഴുത്തച്ഛനും ഇതിൽ പരം എന്ത് ബഹുമതിയാണ് ഇനി ലഭിക്കുക? രാമായണത്തിന് ഒരു വലിയ സംസ്കാരമുണ്ട്. അത് ത്രേതായുഗ സംസ്കാരം മാത്രമല്ല, സീതാരാമ സംസ്കാരം മാത്രമല്ല, മനുഷ്യ ചിത്തവൃത്തികളുടെയും പ്രകൃതിയുടെയും ഭൂമിയിലെ മറ്റ് ജീവജാല വർഗങ്ങളുടെയും അതിവിശാലവും അഗാധവുമായ ഒരു സംസ്കാരമാണ്. രാഘവനിലേക്കുള്ള യാത്രകൾ തുടങ്ങുന്നത് ഒരു രാമനിൽ നിന്നാണെങ്കിലും അത് അവസാനിക്കുന്നത് പല രാമന്മാരിലും സീതമാരിലുമാണ്. രാമകഥ വേദങ്ങളിലുണ്ട് എന്ന് മിഥ്യാധാരണ രാമായണ സംസ്കാരത്തെ വേദസംസ്കാരവുമായി കൂട്ടിയിണക്കാൻ ശ്രമിച്ച ചിലർ പ്രചരിപ്പിച്ചിരുന്നു. ഋഗ്വേദത്തിൽ കാണുന്ന രാമദശരഥ സംജ്ഞകൾ രാമായണ സംബന്ധമായ വ്യക്തിവാചിയല്ല. വേദത്തിൽ ദശരഥൻ എന്ന വാക്കിനർത്ഥം 10 രഥങ്ങളുടെ തലവനായ സേനാധിപതി എന്നും രാമന് രമണീയനെന്നുമാണ് അർത്ഥം. സീതയെപ്പറ്റി ഋഗ്വേദത്തിലും അഥർവത്തിലും ചില ബ്രാഹ്മണങ്ങളിലും പരാമർശങ്ങളുണ്ട്. അത് രാമപത്നിയായ സീതയല്ല. വേദങ്ങളിലെ കാർഷിക സംസ്കൃതിയെക്കുറിച്ചുള്ള ഭാഗങ്ങളിൽ ഉഴവുചാൽ, ഭൂമി, യജ്ഞം, കലപ്പ എന്നീ അർത്ഥങ്ങളിലാണ് സീതാശബ്ദം ഉപയോഗിച്ചിരിക്കുന്നത്. രാമായണവും മഹാഭാരതവും വേദങ്ങളെക്കാൾ കാലപ്പഴക്കമുള്ളവയാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് സയുക്തികമായ
കാരണങ്ങളാൽ അല്ല. രാമനും കൃഷ്ണനും യഥാർത്ഥത്തിൽ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അവർ ഇന്ദ്രനും അഗ്നിയും വരുണനും പോലെ അഭൗമരായ കഥാപാത്രങ്ങളല്ല. രാമകൃഷ്ണന്മാർ മിഥ്യയാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു താല്പര്യമായിട്ട് മാത്രമേ വൈദിക സംസ്കാരത്തിൽ രാമകഥയെ കാണാൻ ശ്രമിക്കുന്നതിനെക്കുറിച്ച് പറയേണ്ടതുള്ളൂ. ഹിമാലയത്തിൻ്റെ കാറ്റ് കന്യാകുമാരിയിലെത്താൻ ഒരു മനുഷ്യൻ നടന്നു വരുന്ന സമയമൊന്നും വേണ്ട. ഭക്തിപ്രസ്ഥാനത്തിൻ്റെ ശംഖനാദം രാമചരിതത്തിലൂടെ വിന്ധ്യന് തെക്കുമെത്തി. 16-ാം നൂറ്റാണ്ടിൽ എഴുത്തച്ഛൻ്റെ കാലമായപ്പോഴേക്കും സംഘം ചേർന്ന് രാമകഥ പാടുകയല്ല, മറിച്ച് ഒരാൾ വായിക്കുകയും മറ്റുള്ളവർ കേൾക്കുകയും ചെയ്യുന്ന രീതിയായി. വക്താവിനും ശ്രോതാവിനും തുല്യസ്ഥാനമാണ് ഭാരതം എന്നും നൽകിയിട്ടുള്ളത്. വക്താവിന് പ്രത്യേകിച്ച് അംഗീകാരമോ ആഭരണമോ ഇല്ല. ഭാഗവത പാരായണത്തിൽ മുഖ്യ ശ്രോതാവിനെ യഥോചിതം ആദരിച്ച ശേഷമായിരിക്കണം പാരായണം ആരംഭിക്കുവാൻ എന്ന് സംസ്കാരം പറയുന്നു. പരീക്ഷിത്ത് ഉത്തമ ശ്രോതാവായിരുന്നുവെന്ന് ഭാഗവതവും പറയുന്നു. കേരളത്തിൽ രാമായണം പാടുകയല്ല, വായിക്കുകയാണ് ചെയ്യുന്നത്. രാമായണ പാരായണം എന്നാണ് പറയാറുള്ളത് തന്നെ. ഉത്തരേന്ത്യയിൽ രാമായണം പാടുകയായിരുന്നു. രാമായണം പാടാനാണ് വാൽമീകി ലവകുശന്മാരെ പഠിപ്പിച്ചത്. ഇവിടെ എഴുത്തച്ഛൻ രാമായണം വായിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിക്കുകയായിരുന്നു. പാരായണം പുതിയൊരു രീതിയായിരുന്നില്ല. പാരായണ ഗ്രന്ഥങ്ങൾ സമാരംഭിച്ചത് എത്രയെത്ര സ്തുതികൾക്കും പ്രാർത്ഥനകൾക്കും ശേഷമാണ്. എന്നാൽ സ്തുതികളുടെയും പ്രാർത്ഥനകളുടെയും എല്ലാം വായനകൾക്കിടയിൽ ഒരു അന്തർശ്രുതി ഈണമായി ലയിച്ചു ചേർന്നിരുന്നു. സാമവേദം തന്നെ പ്രത്യക്ഷ സാക്ഷ്യം. കിളിപ്പാട്ട് ആരംഭിക്കുന്നത് രാമായണ മഹാത്മ്യത്തോടെയാണ്. സ്കന്ദപുരാണം ഉത്തരഖണ്ഡത്തിലുള്ള പ്രസിദ്ധവും സംസ്കൃത മൂലവുമായ രാമായണ മഹാത്മ്യം എഴുത്തച്ഛൻ പരിഭാഷപ്പെടുത്തിയിട്ടില്ല, സംഗ്രഹിച്ച് ചേർത്തിട്ടുമില്ല. പൊതുവായ രാമായണ പ്രശംസയ്ക്ക് ശേഷം രാമതത്വം കേൾക്കാൻ കൊതിയോടെ പ്രാർത്ഥിച്ച പാർവതീദേവിക്ക് മഹാദേവൻ പറഞ്ഞുകൊടുക്കുന്ന രീതിയിൽ രാമമഹത്വവും രാമകഥയും പറഞ്ഞു തുടങ്ങുകയാണ്. ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതീ ഭദ്രേ, നിന്നോളമാർക്കുമില്ല ഭഗവത് ഭക്തിനാഥേ. ശ്രീരാമദേവതത്വം കേൾക്കണമെന്നു മനതാരിൽ ആകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം. മുന്നമെന്നോടിതാരും ചോദ്യം ചെയ്തില്ല, ഞാനും നിന്നാണേ കേൾപ്പിച്ചതില്ലാരെയും ജീവനാഥേ എന്നാണ് ഉമാമഹേശ്വര സംവാദത്തിൽ എഴുത്തച്ഛൻ പറയുന്നത്. എഴുത്തച്ഛൻ രാമായണം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണെന്നും ഓർക്കുക. അധ്യാത്മരാമായണം പരമേശ്വരനദ്രിസുതയ്ക്കുപദേശിച്ചിതാതരാൽ നിത്യവും ശുദ്ധബുദ്ധിയാ ഗുരുഭക്തി പൂണ്ടധ്യയനം ചെയ്യലും മുതാ കേൾക്കിലും സിദ്ധിക്കുമെല്ലാം അഭീഷ്ടമെന്നിങ്ങനെ ബന്ധബോധം പരമാർത്ഥമിതൊക്കവേ ഭക്ത്യാ പറഞ്ഞടങ്ങി കിളിപ്പൈതലും ചിത്തം തെളിഞ്ഞു കേട്ടു മഹാലോകരും. ഭക്തിയോടെ പറഞ്ഞ് കിളിപ്പൈതൽ അടങ്ങി എന്നാണ് എഴുത്തച്ഛൻ പറയുന്നത്. സംസാരമായതിൽ നിന്നും സംസാരമായയിൽ നിന്നും സഹവർഗത്തെ സംരക്ഷിക്കുന്ന രക്ഷകനായ ഈശ്വരനോടുള്ള ഭക്തിയാണ് രക്ഷാമാർഗം. ഗോലോക വൈകുണ്ഠനാഥന്റെ നിശ്ചയം മുതലുള്ള കഥ കൃത്തിവാസ രാമായണത്തിൽ പറയുമ്പോൾ എഴുത്തച്ഛൻ ഒരു പടി കൂടി പിറകിലേക്ക് പോകുന്നു. ആ നിശ്ചയത്തിൻ്റെ അവതാര ലക്ഷ്യത്തിൻ്റെ ഹേതു തേടി. ലോകരുടെ ജീവിതം ദുസ്സഹമായപ്പോൾ പശുവിൻ്റെ രൂപം ധരിച്ച ഭൂമി ബ്രഹ്മാവിനെ ശരണം പ്രാപിക്കുന്നു. ബ്രഹ്മാവ് ക്ഷീരസാഗര തീരത്ത് ചെന്ന് വൈകുണ്ഠനാഥനോട് രക്ഷ പ്രാർത്ഥിച്ചു.
അദ്ദേഹം ദശരഥപുത്രനായി അവതരിക്കാൻ തീരുമാനിച്ചു. നരനായി വാൽമീകി രാമായണത്തിൽ കാണുന്ന രാമൻ നാരായണനായി എഴുത്തച്ഛൻ്റെ രാമായണത്തിലെത്തിയത് ഇങ്ങനെയാണ്. എന്നാൽ ഇതിൻ്റെ അർത്ഥം വാൽമീകി രാമായണത്തിലെ രാമൻ മനുഷ്യൻ മാത്രമാണെന്നല്ല. രാമനെ അവതാരപുരുഷനായി തന്നെയാണ് വാൽമീകിയും ചിത്രീകരിച്ചിട്ടുള്ളതെന്ന് കാണാം. രാഘവനിലേക്കുള്ള യാത്ര നമുക്ക് തുടരാം. രാമകഥാമൃതത്തിലൂടെ നാളെ കേൾക്കാം എന്ന ശുഭപ്രതീക്ഷയോടെ എല്ലാവർക്കും നമസ്കാരം.